നമസ്കാരം. കാർത്തിക നക്ഷത്രത്തെപ്പറ്റി ഇന്ന് സംസാരിക്കാം. ദേവത അഗ്നിയാണ്, മൃഗം ആട്, വൃക്ഷം അത്തിയാണ്, പക്ഷി പുല്ല്, പഞ്ചഭൂതം ഭൂമിയാണ്. ഇവർ ആരോഗ്യ ദൃഢഗാത്രരായിരിക്കും. ഇവർ വിചാരിക്കുന്നത് മാത്രമാണ് ശരി എന്ന് ധരിക്കുന്നവരാണ് പൊതുവെ. ഇവർ നല്ല സൗന്ദര്യ ആസ്വാദകരാണ്. ഭംഗിയുള്ള എല്ലാ സാധനങ്ങളോടും ഇവർക്ക് ഒരുതരം പ്രത്യേക താല്പര്യമാണ് ഇവർക്ക്. മറ്റുള്ളവരെ സഹായിച്ച് പെട്ടുപോകുന്ന ചില അവസ്ഥകൾ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് സാമ്പത്തികപരമായ കാര്യങ്ങളിലായിരിക്കും ഇങ്ങനെ പെട്ടുപോകുന്നത്. കാർത്തിക നക്ഷത്രക്കാർ ചിലർ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു പ്രകൃതമായിരിക്കും കാണിക്കുക. ഇപ്പോൾ പഠിക്കാൻ ചേരുകയാണെങ്കിൽ, ഏതെങ്കിലും കോഴ്സിന് ചേരുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റു കോഴ്സുകളിൽ ചേരാൻ സാധ്യതയുണ്ട്. ഇവരുടെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ ആരോടും നോ എന്ന് പറയാൻ ഇവരെ കൊണ്ട് കഴിയില്ല. നോ പറയേണ്ട സ്ഥലങ്ങളിൽ പോലും ഇവർ നോ പറയാറില്ല. അതിന് ഇവരെ കൊണ്ട് സാധിക്കാറില്ല. ഇത് ഇവർ മാറ്റേണ്ടതാണ്. മറ്റുള്ളവരെ സൽക്കരിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഉയർന്ന ഒരു ജീവിത നിലവാരമാണ് ഇവർ പൊതുവെ ആഗ്രഹിക്കുന്നത്. കാർത്തിക കീർത്തി കേൾക്കും എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ നല്ല കീർത്തിയുമാകാം, മോശം കീർത്തിയുമാകാം. മനസ്സാ വാച അറിയാത്ത ചില കാര്യങ്ങൾക്ക് ഇവർ അപവാദം കേൾക്കേണ്ടതായിട്ട് പല സാഹചര്യങ്ങളിലും വരാറുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം മേടൻ രാശിയിലും ബാക്കി മുക്കാൽ ഭാഗം ഇടവൻ രാശിയിലുമാണല്ലോ. അതിനാൽ ഈ രണ്ട് രാശിയിൽ ഉള്ളവർക്കും വ്യത്യസ്തമായ സ്വഭാവമാണ് ഉള്ളത്. മേടം രാശിയിൽ പെടുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് മുൻകോപം ഒരല്പം കൂടുതലായിരിക്കും. ഇവർക്ക് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകൾ ഒട്ടും അനുകൂലമല്ല. ഇടവൻ രാശിക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ ആണ്. മകയിരം, പുണർദം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുമായി വിവാഹബന്ധങ്ങൾ പാടില്ല. മിക്ക കാർത്തിക നക്ഷത്രക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ദുരിതമാണ്, കഷ്ടപ്പാടാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല എന്നൊക്കെ. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തുമൊക്കെ വർദ്ധിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്രത്തിൽ പോകുക, ഭഗവാനെ വിളിച്ച് നന്നായി മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതുപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി ഇതുപോലെ നന്നായി മനമുരുകി പ്രാർത്ഥിക്കുക. വ്യാഴത്തിൻ്റെ ദശാകാലത്ത് നിങ്ങൾ വിഷ്ണു ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കുക. ബുധൻ്റെ ദശാകാലത്ത് ശ്രീകൃഷ്ണനെ ഭജിക്കുക. ചൊവ്വയുടെ ദശാകാലത്ത് മുരുക ഭഗവാനെ വിളിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഓം ആഗ്നേയ നമഃ എന്ന മൂലമന്ത്രം ജപിച്ച് എല്ലാ ദിവസവും അഗ്നിദേവനെ വിളിച്ച് നന്നായി പ്രാർത്ഥിക്കുക. ഇങ്ങനെ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ കലാപരമായി പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ എന്ന് വേണ്ട ജീവിതത്തിലെ എല്ലാ തുറയിലുമുള്ള ആൾക്കാർ, പഠിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം നിലനിർത്താനും നിങ്ങളെക്കൊണ്ട് സാധിക്കും.